ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? കണ്ണല്ലേ? പക്ഷേ നമ്മൾ മലയാളികൾ ഈ കണ്ണ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാറുണ്ടോ? ഞാൻ അണിഞ്ഞൊരുങ്ങുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, ഇതിൻ്റെ പ്രായോഗികമായ വശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും കണ്ണും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ ഐ കോണ്ടാക്റ്റിനെ കുറിച്ചാണ് ഡീറ്റെയിൽസ് തരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി സെനോഷർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ MD ആയ ബീനു M. ബാലകൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം മാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും സുപ്രധാന ഘടകം ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നും പറയാൻ പറ്റില്ല, എല്ലാതും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾ പാർട്ട് ഓഫ് ദ ബോഡിയിലാവുമ്പോൾ ഐസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി എക്സ്പ്രസീവ്, വളരെ ഒരു എക്സ്പ്രസീവ് ആയിട്ട് നമുക്ക് എല്ലാ എക്സ്പ്രഷൻസും, മോർ ദൻ യുവർ ഹാൻഡ്, മോർ ദൻ യുവർ ലിപ്സ്, മോർ ദൻ യുവർ നോസ്, എല്ലാ എക്സ്പ്രഷൻസും കണ്ണിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാമ്പിൾ, നിങ്ങൾക്ക് എത്ര അസുഖമായിട്ട് എത്ര സീരിയസ് ആയിട്ട് എന്താണെങ്കിലും ആ കണ്ണിലോട്ട് നോക്കിയാൽ ചിലർ പറയല്ലോ ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ടെന്ന്. സോ ദാറ്റ്സ് വെരി ട്രൂ. സോ ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രീഫിന്റെ 4ാമത്തെ ആൽഫബറ്റ് ആണ് ഐ കോണ്ടാക്ട്. ബോഡി ലാംഗ്വേജ്, റെസ്പെക്ട് ഫോർ അതർ സ്പീച്ച്, ഇന്റിമസി കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ഇസ് ഐ കോണ്ടാക്ട്. ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഐ കോണ്ടാക്റ്റിന്റെ പ്രാധാന്യം എന്താണ്? ഐ കോണ്ടാക്ടിന്റെ ഇമ്പോർട്ടൻസ് ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിലല്ല, നമുക്ക് ഓരോ വ്യക്തി എന്നുള്ള രീതിയിൽ ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഓരോ ഏരിയാസിലും, മീൻസ് നമ്മുടെ വീട്ടിൽ മാത്രമല്ല പുറത്തായാലും ആരായാലും. നമ്മൾ ഒരാളെ കണ്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം എത്ര പേരെ കണ്ട് സംസാരിക്കും? നമ്മളത് വളരെ അപൂർവമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ? ഇതിന്റെ ഏറ്റവും ഒരു ദോഷപരമായ കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പലപ്പോഴും പല ഫംഗ്ഷൻസിനും എന്തെങ്കിലും പോയിട്ട് എത്ര പേരുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാറുണ്ട്? എത്രമാത്രം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാറുണ്ട്? നമ്മൾ അങ്ങനെ പൊതുവെ അല്ലേ, നമ്മൾ അങ്ങനെ ആരെയും കണ്ണിൽ നോക്കി എത്രയും മനസ്സിലാവും. ഒരു പക്ഷെ അത് തന്നെ ആയിരിക്കും ഏറ്റവും. അതുകൊണ്ടല്ല കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കാതെ ആ വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ട്. പലപ്പോഴും അയ്യോ ഞാൻ മറന്നുപോയി, മുഖം മറന്നുപോയി അല്ലേ? പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ താഴെ നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ അവിടെ ഇവിടെ ശ്രദ്ധിക്കുക. ആ വ്യക്തിയുടെ കൃത്യമായ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ അയാൾക്ക് നമ്മളോടുള്ളൊരു എന്താ പറയുക തിരിച്ചുള്ള സംഭവങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. സോ ഐ കോണ്ടാക്ടിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? മാത്രമല്ല നിങ്ങൾക്ക് കണ്ണിൽ നോക്കിയിട്ട് ഒരിക്കലും നുണ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ മക്കളോടായാലും ഹസ്ബൻഡ് ആരോടായാലും അവരുടെ ഫീലിങ്സ് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ഡയലോഗ് പറയാതെ തന്നെ, മീൻസ് നമ്മൾക്ക് ഒരുപാട് സംസാരിക്കാതെ തന്നെ നമ്മൾ കണ്ണ് തന്നെ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മൾ ചില ഫിലിം ഡയറക്ടേഴ്സ് ഒക്കെ പറയും എന്താണ് പറയാ, നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കണ്ട, കണ്ണന്നെ ഒരുപാട് സംസാരിക്കുന്നുണ്ടോ, സോ ഇറ്റ് ഇസ് ബെറ്റർ. കഥ പറയും കണ്ണുകൾ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ഫീലിങ്സും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം പറയാം, വീട്ടമ്മ എന്ന രീതിയിൽ എനിക്ക് സംസാരിക്കുമ്പോൾ ചില ഹസ്ബൻഡുകൾക്ക് അവർക്ക് എന്തെങ്കിലും കരിയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പേഴ്സണൽ ഫീലിങ്സ് എന്തെങ്കിലും ഒക്കെ ഒളിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒരു നേരം അല്ലെങ്കിൽ ആ കണ്ണി നോക്കിയ ഒക്കെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. ഹസ്ബൻഡിനോട് മാത്രമല്ല കുട്ടികളോട് സൊല്യൂഷൻസ് പറയാൻ പറ്റും അല്ലെ? അവരുടെ എക്സ്പ്രഷൻസ് ചിലപ്പോൾ അവര് നിങ്ങൾ ബാക്കിൽ തിരിഞ്ഞിട്ട് അവർ പറയാം അമ്മ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയണം. നിങ്ങൾ മുഖത്തും നോക്കി സംസാരിച്ചു നോക്കുക, ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, അങ്ങനെ ഇന്റിമസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഡിഫറൻസ്, മനസ്സിലായില്ലേ? മാത്രമല്ല ഇതിനിപ്പോ ഒഫീഷ്യൽ ലൈഫിൽ എടുക്കുകയാണെങ്കിൽ അതിൽ വ്യത്യാസമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒഫീഷ്യൽ ലൈഫിലും ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടന്റാ. നമ്മൾ നമ്മുടെ സാറിനോട് പോയി സംസാരിക്കുമ്പോൾ താഴെ നോക്കിയിട്ട് അല്ലെങ്കിൽ എവിടെയും നോക്കി സംസാരിച്ചാൽ വലിയൊരു നെഗറ്റീവ് പോയിന്റ് ആയിരിക്കും അല്ലേ? നമ്മൾ ആരും അങ്ങനെ ചെയ്യാറുമില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുക, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ വേറെ എവിടെയും നോക്കി സംസാരിച്ചാൽ ശരിയാവോ? ഒരിക്കലും ജോലി കിട്ടാൻ പോണില്ല, ജോലി കിട്ടില്ല. അപ്പൊ വളരെ നെഗറ്റീവ് ആവും അത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് അതുപോലെ മനസ്സിലാക്കണം. ഐ കോണ്ടാക്ട് എത്രമാത്രം. അതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് എത്ര ടീച്ചേഴ്സ് ഉണ്ട്, ഒരാളെ മാത്രം നോക്കി പഠിപ്പിക്കുന്നവര്. മറ്റു കുട്ടികളുടെ ഫീലിങ്സ് എന്താവും മനസ്സിലാക്കാൻ സാധിക്കാറില്ല. വളരെ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ മറ്റു കുട്ടികൾക്ക് അവരുടെ ആബ്സെൻസ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആബ്സെൻസ് ഫീൽ ചെയ്യുന്നത് ഇഷ്ടമാണോ? നിങ്ങളെന്നുള്ളൊരു വ്യക്തി എൻ്റെ മുമ്പിൽ ഇല്ല എന്ന് ഫീൽ ചെയ്തിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ?
ഒരിക്കലും ഇല്ല. നമുക്ക് ഒരിക്കലും ആർക്കും അല്ല. ഇഷ്ടപ്പെടത്തില്ല. ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ നല്ല വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരാളോട് സംസാരിക്കാൻ തോന്നുള്ളൂ. ആ ഇമ്പോർട്ടൻസ് എങ്ങനെ തോന്നും? ഐ കോണ്ടാക്ട്. തീർച്ചയായും. മനസ്സിലായില്ലേ? അപ്പോൾ ഐ കോണ്ടാക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ടേംസിൽ പറയുന്നത് എന്താ? യു ആർ ഫീലിംഗ് ദി ആബ്സെൻസ് ഓഫ് ദി അതർ പേഴ്സൺ. മറ്റൊരാൾ അവിടെ ഇല്ല എന്നുള്ളൊരു തോന്നൽ അവിടെ വരുത്തുന്നത്. നമ്മൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ ലൈഫിൽ വരുന്ന നമ്മുടെ ഒരു പ്രസന്റേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ ക്ലാസ്സിൽ ഒരു പ്രസന്റേഷൻ കൊടുക്കുകയാണ്, ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പ്രസന്റ് ചെയ്യുമ്പോൾ പല പിള്ളേരും ഉണ്ട് പേടിച്ചിട്ട് മുഖത്ത് പോലും നോക്കാതെ പ്രസന്റ് ചെയ്യും. അത് ഒരിക്കലും ശരിയല്ല. ക്ലാസ്സിൽ ഒരു 50 സ്റ്റുഡൻസിന് 50 പേരുടെയും കണ്ണിൽ നോക്കിയിട്ട് കോൺഫിഡൻസ് ലെവലിൽ വേണം. അതെ, ചെറുപ്പത്തിൽ തന്നെ ആ ട്രെയിൻ ചെയ്ത അവർ ആ വലുതാകുമ്പോഴും അവർക്ക് ആ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ പ്രസൻസ് ഓഫ് എവറി പേഴ്സൺ ഫീൽ ചെയ്യണം, അല്ലാതെ നോട്ട് ഓൺലി എ സിംഗിൾ പേഴ്സൺ. ഇപ്പൊ നിങ്ങളൊരു സ്പീച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ കുടുംബമേള സംഭവങ്ങൾ, ഗെറ്റ് ടുഗദേഴ്സ്, അങ്ങനെ സംഭവങ്ങളൊക്കെ നിങ്ങൾ പോയിട്ട് ആരെയും ഒരു വാക്ക് സംസാരിക്കുക. എത്ര പേര് നിങ്ങൾ പോയി സംസാരിക്കാറുണ്ട്? നിങ്ങളൊരു 10-25 പേര് കൂടുന്ന ഒരു കൂട്ടായ്മ അല്ലേ? ഒരാളോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കൂ എന്ന് പറയുമ്പോൾ എത്ര പേര് സംസാരിക്കാറുണ്ട്? വളരെ അപൂർവം അല്ലേ? പ്രത്യേകിച്ച് നമുക്കൊരു ഉള്ളിലൊരു ഭയമാണ്. ആ ഭയം അങ്ങ് വിടണം. ഭയം അങ്ങ് വിട്ടിട്ട് നിങ്ങൾ ബോൾഡായിട്ട് മുന്നോട്ട് ഫ്രീ ആയിട്ട് ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവർക്കും എനിക്കുള്ള ഇൻഫർമേഷൻ ഞാൻ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ലെവൽ ഓഫ് കോൺഫിഡൻസും എന്താ പറയുക ഇൻറ്റിമസിയും. അപ്പോൾ നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? പാടില്ല. പലരും അങ്ങനെയാണ്, എനിക്ക് ഇന്ന വിഷയങ്ങളിൽ ഒരു അറിവില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പാടില്ല. ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിലും അവരുടേതായ നോളേജ് ഉണ്ട്. അത് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഷെയർ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലായി? ഷെയർ ചെയ്യുമ്പം നമ്മൾ ഓരോരുത്തരുടെ കണ്ണിൽ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഓരോരുത്തർ ഒരു സ്പീച്ചിൽ നമ്മൾ മുഖത്തോട് മുഖം നോക്കിയല്ലാതെ അവരുടെ എക്സ്പ്രഷൻ എന്താണ്, നമ്മുടെ സ്പീച്ച് എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കണ്ണും അടച്ച് വെറുതെ നമ്മുടെ പ്രസന്റ് ചെയ്യണ ഒരു 5 മിനിറ്റ് ജസ്റ്റ് അങ്ങ് പ്രസന്റ് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യാതൊരു ഗുണവും ഇല്ല അതിനകത്ത്. നമുക്ക് നമ്മൾ എന്താ പ്രസന്റ് ചെയ്തത്, അതിന്റെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ, ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഐ കോൺടാക്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ല? അപ്പോൾ ഇൻറ്റിമസി നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ വീട്ടമ്മ എന്നുള്ളൊരു പ്രോഗ്രാം ആവുകൊണ്ട് കുടുംബത്തിൽ എങ്ങനെ സന്തോഷം, ഇൻറ്റിമസി, ഐ കോൺടാക്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ മാം പറഞ്ഞതുപോലെ ഐ കോൺടാക്ടിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഫങ്ഷൻസ് മാത്രമല്ല, കുടുംബജീവിതത്തിലാണെങ്കിലും ഒഫീഷ്യൽ ജീവിതത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ആ ഐ കോൺടാക്ട് എത്രയും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മാത്രമല്ല മാം പറഞ്ഞതുപോലെ എല്ലാ എപ്പിസോഡിലും ഓരോ ടിപ്പുകൾ പറഞ്ഞു തരാറുണ്ട്, കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ടിപ്പുകൾ പറഞ്ഞു തരാറുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ടിപ്പ് എന്താണ്? ഇന്നത്തെ സ്പെഷ്യൽ ടിപ്പ് എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് വളരെ ടഫായൊരു ടിപ്പാണ്. അവർ ഒരു റോ ഈവൺ, ഒരു റോ ഓഡ്, അല്ല 2 റോ ഓഡ്, 3 റോ 3 നമ്പേഴ്സ്. അത് ഒന്നും കൂടെ മീൻസ് അവർക്ക് ഈ പറഞ്ഞ ഓരോ ഇങ്ങനത്തെ ടഫ് ടിപ്സ് ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആഴ്ചയും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ 500 0 പറഞ്ഞു, നിങ്ങളൊരു 1 മന്തോ ടൈം എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്നൊന്ന് റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ഇപ്രാവശ്യം പറയുള്ളൂ. കാരണം ഇപ്പൊ ഇനി ഞാൻ വെറുതെ ഇങ്ങനെ ഓരോ ടിപ്സ് തന്നതിൽ വലിയ കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ 0 to 500 അല്ലല്ല, ഒരു റോ ഈവൺ, 2 റോ ഓഡ്, 3 റോ 3 നമ്പേഴ്സ്. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് തന്നെയാണ് അല്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ സെയിം കാര്യം, കാരണം കുറച്ച് ടൈം എടുക്കും. വളരെ സിമ്പിൾ അല്ല അത് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാനൊരു പുതിയ ടിപ്പ് വന്നു കഴിഞ്ഞാൽ പ്രോബബ്ലി യു വോണ്ട് യൂസ് ഇറ്റ്, ഒരിക്കലും യൂസ് ചെയ്യില്ല അത്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായില്ലേ? സോ അതിനെ ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഐ കോണ്ടാക്റ്റിൻ്റെ മഹത്വമൊക്കെ നിങ്ങൾ വീട്ടമ്മമാരൊന്ന് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ ഫീലിങ്സ്, നമ്മുടെ കുടുംബത്തിലെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഊഷ്മളതയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിനേക്കാൾ നല്ല നല്ല വിഷയങ്ങളുമായിട്ട് വരികയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ടോപ്പിക് എന്തായിരിക്കും? ആൽഫബറ്റ് ഇസ് ലെഫ്റ്റ്, ഫ്രണ്ട്ലിനെസ്.
ഏറ്റവും മഹത്വമായ ഒരു കാര്യമാണ് ഫ്രണ്ട്ലിനെസ്. നമ്മൾ ഓരോന്ന് പറയുമ്പോഴും ഷീസ് ടെല്ലിങ് ഏറ്റവും അങ്ങനെ അല്ലല്ല, അങ്ങനെ പറയുമ്പോഴേ കൂടുതൽ ശ്രദ്ധിക്കുള്ളൂ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാൻ പറ്റും എത്ര മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ സത്യത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഈ ഇത്രയും ഫാക്ടേഴ്സ്, ഈ ബ്രീഫ് എന്ന് പറയുന്ന ഈ എല്ലാ ഫാക്ടേഴ്സും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് എല്ലാം കൂടെ ശ്രദ്ധിക്കട്ടെ, അങ്ങനെയെങ്കിലും അവർ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കട്ടെ. വരില്ല ശരിക്കും ഒന്നിനേക്കാൾ ഉപരി അടുത്തോടെ ഇമ്പോർട്ടന്റ്. ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഓ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, അടുത്ത് സംസാരിക്കുമ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ ലാസ്റ്റ് ഫാക്ടർ ഇസ് ഫ്രണ്ട്ലിനെസ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാവും, ഒരുപാട് അല്ലേ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ വിഷയവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ നമസ്കാരം.